ഇതാണ് രാമമംഗലം ചെമ്പല്ലി. എന്നെ സെറ്റാന്നുണ്ട് സാധനം. കരിമീനൊക്കെ മുഴുപ്പുണ്ട്, ആ ഒട്ടുക്കത്തെ ടേസ്റ്റുള്ള സാധനം. വെള്ളത്തിനടിയിൽ പോയി എന്നെ കണ്ടിട്ട് പുള്ളി ഓടി വെള്ളത്തിനടിയിൽ പോയി ഒളിച്ചിരിക്കുന്നു. കയറി 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 കയറി. ഹായ്, നമസ്കാരം. ഇതപ്പോൾ ഇന്ന് രാവിലെ വന്ന് ചാടിയിട്ടുണ്ട്, സ്പോട്ടിലെത്തി. നമ്മളിന്ന് ഫിഷിങ്ങിനായിട്ട് ഇറങ്ങുവാണ്. ഇന്ന് കടുത്തുരുത്തിയിലായിട്ട് നമ്മൾ ഫിഷിങ്ങിന് വന്നേക്കണം. ഒത്തിരി നാളായി കടുത്തുരുത്തിക്ക് വന്നിട്ട്. നമ്മുടെ കണ്ണമ്പായി പോയ പിന്നെ ആദ്യമായിട്ടാണ് കടുത്തുരുത്തിക്ക് ഞങ്ങൾ ഒറ്റയ്ക്ക് തന്നെ. അതിൻ്റെ ഒരു വിഷമം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ പരിപാടി തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ വോൾഗ ഫിഷിംഗ് വ്ളോഗിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. അപ്പോൾ ഒരു അടിപൊളി വീഡിയോ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഒത്തിരി ആൾ കൂടി വന്നുകൊണ്ട് മീൻ അടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഓക്കെ അല്ലേ? വാ. ഉദ്ഘാടനം ഓ എൻ്റെ പൊന്നെ, ആ രാഹുകാലത്തിൻ്റെ സമയം ഒന്ന് നോക്കി വെച്ചാൽ കേട്ടോ, എപ്പോഴാണെന്നറിയണമല്ലോ. എൻ്റെ പൊന്നു മച്ചാന്മാരെ, രാവിലെ തൊട്ട് നടന്നിട്ട് ഒരു പുല്ലിനെ നമുക്ക് അടിച്ചു തരാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. വലിയ വലുപ്പമില്ല, എന്നാൽ തെറ്റില്ലാത്തൊരു അടിപൊളിയെ. അവിടെ കട ഞാൻ അടുത്തവനെ പറ്റും നോക്കട്ടെ. ഇതേ നിൽക്കുന്നു, ഓർമ്മ അവിടെ നിൽപ്പുണ്ട്. എടാ കേറിയില്ല, ഇല്ലല്ലേ, ഇല്ലടാ. എള്ളിയ അവനാണടാ ഈ പ്രാവശ്യത്തെ ലോട്ടറി അടിക്കണ്ടേ. ഇതേ അവൻ കയറിപ്പോയി, മുകളിലേക്ക് കയറിപ്പോയി, ഈ പാലിക്കകത്തേക്ക് കയറി. അടിക്കുവാണെങ്കിൽ അവനാ ലോട്ടറി അടിക്കണ്ട ഈ പ്രാവശ്യം. കയറി 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 കണ്ടോ? ഡാട്ട് നന്നായപ്പോൾ കണ്ടോ? ഡാറ്റിനെയാണേ അത്രയും താഴെ നിന്ന മീനാന്ന് പറയണത്. പറഞ്ഞു പോകാൻ സകല ചാൻസും ഉണ്ട്. നോക്കട്ടെ എവിടെ കിടക്കണമെന്ന്. അയ്യോ, ജസ്റ്റ് ഒന്ന് കൊണ്ട് കയറിയിട്ടുള്ളൂ. അവിടെ നിന്ന് കാണിച്ചു തന്നെ എനിക്ക് യോഗേഷ്. എന്നെ ഡീപ്പിന്ന് അത് പോയെന്ന് അമ്മേ. എന്നാ പാമോയിലാ? ഈ കുരു കൊണ്ടാണ് പാമോയിൽ ഉണ്ടാക്കണേ, എണ്ണക്കുരു. ആ പാമോയിൽ ഉണ്ടാക്കുന്ന ഈ സാധനം കട്ട് ചെയ്തെടുക്കണേ കണ്ടിട്ടുണ്ട് കേട്ടാ. ഇത് നമ്മുടെ നാട്ടിലാണ്. എണ്ണപ്പന. പപ്പനെ കൊണ്ട് അടുപ്പിച്ച് കയറ്റിക്കുവേനെ. വെപ്രാളം എന്ന് പറഞ്ഞാൽ ഈ സൈസ് വെപ്രാളം ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അവൻ വരുടാ, മറ്റവൻ വരും. ഹെവി സൈസ് പുല്ലനൊക്കെ. എന്നാ പുല്ലനാ നോക്കളിയാ. ഇതല്ല, വേറെ താഴത്തോടെ നടക്കണ ഏതാ പറഞ്ഞേ. പറഞ്ഞു പോയി. ഊരിയോ കൊണ്ടോ? ഇത് അടി പിടിച്ചേക്കണു, അടിച്ച് പറപ്പി കയറ്റിയേക്കണു. എന്നാലും കുഴപ്പമില്ല, അങ്ങോട്ട് കയറ്റിക്കോ. പിന്നല്ല, ഇത് ശ്രീകൃഷ്ണകുമാർ ഒരു വാഹനം അടിച്ച് കയറ്റി, ചെറുതാ. എന്നാലും കുഴപ്പമില്ല, ഇന്ന് മീൻ വളരെ സ്റ്റോക്കാ. വെള്ളത്തിനടിയിൽ പോയി എന്നെ കണ്ടിട്ട് പുള്ളി ഓടി വെള്ളത്തിനടിയിൽ പോയി ഒളിച്ചിരിക്കുന്നു. പുല്ലന് ഇങ്ങനെയാണോ കളർ? എല്ലാ പുല്ലനും വാലെ കുത്തി മറിയുന്നു കുഞ്ഞിരാമൻ. എടുക്കെടുക്ക്, ഇത് ഇഷ്ടംപോലെ പുല്ലൻ. ഇത് പുല്ലൻ ചവറ് കണക്ക്. അമ്മോ, ഇതൊന്നും ചേട്ടൻ കണ്ടില്ല ചേട്ടാ. നിക്കണേനടിക്കും ഓടുന്നതിനടിക്കല്ലേ. ഈ വന്നാണ്ടോ? അത്ര ഇരുത്തി അടിച്ചാലേ
മീനിൻ്റെ അടുത്തേക്ക് ചെല്ലും. ഈ വന്ന് നിൽക്കണേട്ടാ താഴട്ടെ ഡാർട്ട് താഴട്ടെ. കുത്തണം, വട്ടടിക്കുന്ന ചേട്ടൻ ഫ്ലാറ്റ് വിടുക. ഇങ്ങനെ കുത്തി താഴത്തേക്ക് അടി. ആരാടാ വട്ടത്തിൽ പൂക്കുറ്റി, നീളത്തിൽ പൂക്കുറ്റി? മീനല്ല, ഈ സൈഡിൽ വന്നു. സൈസ് കൃഷ്ണകുമാറിൻ്റെ വഹ. സൈസ് ഒരു പുല്ല കേട്ടോ. നീ പോണടാ. ഹെവി പുലൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കും. അടുത്തത് ചെറുതാ, കിട്ടിയത് അടുത്ത് വെച്ചിട്ട് ചാമ്പി. അതെ, അത്ര ചെറുതൊന്നുമല്ല, എന്നെ കൊച്ചാക്കണ്ട. കൃഷ്ണകുമാർ മുഴുത്തടിച്ചെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെറുതടിച്ചപ്പോഴത്തേക്കും നമ്മളെ ഒരു പുച്ചപ്പം ബ്ലാഡർ എല്ലാത്തിനും പിടിക്കുക. ഇനി ഒരു ദാശനമില്ല കേട്ടോ. ഇത് ഹെവി കരിമീൻ ഓർമ്മ വന്നിട്ടുണ്ട്. പുല്ലൻ ചവറ് കണക്ക്. കരിമീൻ ജോഷേ കുറച്ച് നേരത്തേക്ക് പിടിക്കണ്ട. അല്ല, വീഡിയോ എടുത്തോ, ഞാൻ ഇവിടുന്ന് കാണിച്ചാൽ. അവിടെ അങ്ങനെ മീൻ നിൽക്കണം. ഒരു കരിമീനല്ല, ഇനി ചെമ്പല് നിൽപ്പുണ്ട്, പുല്ലൻ നിൽപ്പുണ്ട്. ഈ ബാക്കിൽ നിൽക്കണമല്ലോ ഇച്ച് മുഴുത്തവൻ. അതല്ലേ? ഇത് ഹെവി പുല്ലൻ. ആ കരിമീനോടെ കളിയാ. ഇത് സൈസ് പുല്ലനാ, ഹെവി പുല്ലൻ. അത് കൊള്ളാവുന്നൊരു പുല്ലനാട്ടോ. അതിന് ഞാൻ പോയി കണ്ണാടിയൊന്നും വേണ്ടേ? എൻ്റെ അളിയാ, ഡാറ്റിൻ്റെ മോനെയൊന്നും ഇല്ല അളിയാ. അവിടെ കിടന്നു. ഡാട്ടൊന്നും വേണ്ട, ഒരു മീനോട് അടിച്ചിട്ടുള്ള ഡാട്ട് മതി. ഈ നിൽക്കണം മീൻ. കരിമീനുണ്ടെങ്കിൽ കരിമീൻ. ഇത് ബാക്കി പോകണല്ലേ, ആ ബാക്കി ഇറങ്ങി പോകണല്ലേ. എടാ, അതിന് മേത്തുണ്ടോ? ചെതുമ്പലൊക്കെ ഉണ്ടോ? കരിമീനൊക്കെ അവിടെ കിടപ്പുണ്ട്. ഒരു ചെമ്പല്ലി ഉണ്ടായിരുന്നു കേട്ടാ. പുല്ലനൊക്കെ ഓടി രക്ഷപ്പെട്ടു. പറയില്ലടാ. ഹെവി ഞാൻ വിളിച്ചു വരുത്തിയല്ലേ. ഇപ്പൊ തന്നെ വരില്ല അടുത്തത്. ആ കയറി അത് നൈസ് ഷോട്ടായിരുന്നു കേട്ടോ. ആ ചെറുതാണ്. അയ്യോ, ഇപ്പൊ ചെറുതും കിട്ടില്ല. ആ ചെമ്പല്ലീനെ കിട്ടിയില്ല എന്നുള്ള പരാതി അങ്ങോട്ട് തീർന്നു. ചെമ്പല്ലീനെ കിട്ടിയില്ല എന്ന് പറയരുത്. ഈ ചെമ്പല്ലി കിട്ടി. ഇത്ര അടി അടിച്ചിട്ട് അതൊക്കെയാണ് അടി. വലിയ കഥ പറയാനുള്ള ചെമ്പല്ലിയൊന്നും ഇല്ല, എന്നാലും ഇരിക്കട്ടെ. കുതിരപ്പാൻ ചെമ്പല്ലി എന്ന് പറഞ്ഞാണല്ലോ, ഹെവി ചെമ്പല്ലി. ഇതാണ് രാമമംഗലം ചെമ്പല്ലി. എന്നെ സെറ്റാന്നുണ്ട് സാധനം. കരിമീനൊക്കെ മുഴുപ്പുണ്ട്, ഒട്ടുക്കത്തെ ടേസ്റ്റുള്ള സാധനം. അമ്പട
ഇത് കൂട്ടൊരു 10 എണ്ണം കിട്ടിയാൽ വേറെ ഒന്നും വേണ്ട മക്കളെ. നല്ല വില കൊടുക്കേണ്ട ഒരു സാധനമൊക്കെ മേടിക്കാൻ. ഓക്കേ, ഇപ്പോൾ ഇതിനെ നമുക്ക് അഴിച്ച് കൂടിനകത്തിട്ടിട്ട് അടുത്ത പരിപാടി നോക്കാം. ഓക്കെ. മുഴുത്തപ്പിള്ളൻ സത്യം എപ്പറേ? ആ ഗണ്ട് ഗണ്ട് ആ ഗണ്ട് അവിടെ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടില്ല. അപ്പം ചേട്ടനടിച്ചോ. അപ്പോൾ കൂട്ടുകാരതേ ഇന്നത്തെ പരിപാടി നമ്മൾ അവസാനിപ്പിച്ചു കേട്ടോ. കുറച്ച് നാളായിട്ട് ഭയങ്കര ശോകമാണ്, ഒരു രക്ഷയില്ല. മീൻ വളരെ കുറവാണ് കിട്ടണേ. ഇന്ന് നമുക്ക് ഒരു 8-9 പുല്ലനടിച്ചു, 1-2 ചെമ്പല്ലി, ഒരു കരിമീൻ, ഒരു വാകുഞ്ഞ്. ഇന്ന് രാവിലെ തൊട്ട് നടന്നിട്ട് സമയം 4 മണിയായി. ഇത്രയും നേരം നടന്നിട്ട് കിട്ടിയ മീനായിട്ടത്. അപ്പോൾ വീഡിയോ എന്നാലും കണ്ടില്ല എല്ലാവരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയും പോലെ കട്ടയ്ക്ക് സപ്പോർട്ട് കൂടെ ഉണ്ടാവണം. അപ്പോൾ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.